ഹലോ ഗൈസ്, ഐ എം അനസി. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാനിന്നൊരു സൺഡേ ലൈഫ് കാണിച്ചു തരാം. ബാ. അങ്ങനെ രാവിലെ എണീറ്റപ്പോൾ ഒരു നേരമായി നൂലപ്പം കടലക്കറിയും കഴിച്ച് വേഗം തന്നെ അലക്കാനുള്ള പുറപ്പാടിലാണ്. കുറച്ചധികം തുണി അലക്കാനുണ്ട്, കാരണം പോസ്റ്റിംഗ് ആയതുകൊണ്ട് ഡെയിലി അലക്കൊന്നും നടക്കില്ല. അങ്ങനെ അലക്കാനുള്ള തുണിയെല്ലാം കൂടെ വാരിക്കൂട്ടി അലക്കാൻ പോയപ്പോൾ ഇവിടെ അലക്കാനാവില്ല. അപ്പോൾ വിചാരിച്ചു പെട്ടെന്ന് നിന്ന് അലക്കി തീർത്തേക്കുക. അങ്ങനെ വേഗം അലക്കിയ തുണിയെല്ലാം പിഴിഞ്ഞെടുത്ത് നമുക്ക് വിരിക്കാൻ പോകാം ഗൈസ്. അങ്ങനെ വേഗം തുണിയെല്ലാം വിരിച്ച് വന്നപ്പോൾ ഇതാണ്ട് നല്ല വെയിൽ. ഇത് മഴക്കാലം തന്നെയാണോ എന്നൊരു സംശയം. പിന്നെ ഞാൻ പോയൊരു സിനിമയൊക്കെ വെച്ച് നമ്മുടെ യഥാർത്ഥ സൺഡേയിലെ പരിപാടിയിലോട്ട് കിടക്കാൻ പോകണം. അതായത് എഴുതി ഒരു പരിവായപ്പോഴേക്കും നല്ല ഉച്ചയായി. ഉച്ചയ്ക്ക് ഫുഡ് വന്നു, ആ ഫുഡ് കഴിച്ചു. ഇനി എന്താണ് പരിപാടി? എഴുത്ത് തന്നെ. പിന്നെ എഴുതി. അങ്ങനെ ഒരു 3 മണിയൊക്കെ ആയപ്പോഴത്തേനും എൻ്റെ ഒരു അസൈൻമെൻറ്റ് കംപ്ലീറ്റായി. ആ അസൈൻമെൻറ്റ് കംപ്ലീറ്റായി ഞാൻ പുറത്തിറങ്ങിയപ്പോൾ മഴ. പിന്നെ വിചാരിച്ച് ഞങ്ങൾ കുറച്ച് താളി അരച്ച് തലയിൽ തേക്കാമെന്ന്. അങ്ങനെ താളിയെല്ലാം പൊട്ടിച്ച് അതരച്ച് തലയിൽ തേച്ച് കുളിക്കാനുള്ള പരിപാടിക്കാണ് ഈ പോക്ക്. ഞങ്ങൾ താളിയെല്ലാം പൊട്ടിച്ച് അലക്കുന്നിടത്ത് പോയി കല്ലൊക്കെ വൃത്തിയാക്കി ഒരേ ഓടരാം. അങ്ങനെ അരച്ചെടുത്ത് തലയെല്ലാം തേച്ച് കല്ലെല്ലാം ഞങ്ങൾ വൃത്തിയാക്കിയിട്ടു. നമുക്ക് ഗൈസ്, ഞങ്ങൾ താളിയെല്ലാം തേച്ച് വന്നപ്പോഴേക്കും ചായ വന്നായിരുന്നു. പിന്നെ ഞങ്ങൾ ചായ കുടിച്ചിട്ട് കുളിച്ച് റെഡിയായി. ഇനി ഞങ്ങളൊരു സ്ഥലം വരെ പോകണം. എങ്ങോട്ടുമില്ല, വെറുതെ നടക്കാൻ പോവാണ്. അങ്ങനെ ഞങ്ങൾ വെറുതെ നടക്കാൻ തുടങ്ങുന്നതിന് മുന്നേ ആദ്യം തന്നെ ഒരു കൂടി ലേസ് മേടിച്ച് ഇനി ആ ലേസ് പിടിച്ചുകൊണ്ട് നമ്മൾ നടക്കാൻ പോകണം. അങ്ങനെ ഞങ്ങൾ നടന്ന് മോളിലെത്തി. പ്രത്യേകിച്ച് മേടിക്കാനൊന്നുമില്ല. ഒരു 10-25 മിനിറ്റ് കൊണ്ട് ഈ മോൾ വേഗം കണ്ടു തീർത്തിട്ട് എന്നും വരുന്നതാണ്. പ്രത്യേകിച്ചൊന്നുമില്ല, എന്നാലും വേഗം നോക്കിയിട്ട് പെട്ടെന്ന് തന്നെ ഹോസ്റ്റലിൽ തിരിച്ചു കയറും. അതാണ് ഞങ്ങളുടെ പ്ലാൻ. അങ്ങനെ ഞങ്ങൾ വേഗം തന്നെ ചെന്ന് അവിടെ ഇരിക്കുന്ന ഫേസ് വാഷിൻ്റെ ക്രീമിൻ്റെയൊക്കെ ഭാഗത്ത് പോയി നോക്കി ഓഫർ ഉണ്ടോ എന്നൊക്കെ തപ്പി. പിന്നെ കുറേ ലിപ്സ്റ്റിക്കിൻ്റെ അവിടെ പോയി, ലിപ് ബാമിൻ്റെ അവിടെ പോയി. അവിടെ എല്ലാം ചെന്ന് കുറേ നേരം തപ്പി. ഓഫർ ഉണ്ടെന്നേ ഉള്ളൂ, പക്ഷെ നമ്മളൊന്നും മേടിക്കില്ല. ഞങ്ങളുടെ സ്ഥിരം പരിപാടിയാണ്. ഞങ്ങൾ പോവും, ഓഫർ ഉണ്ടോ നോക്കും, എന്നിട്ട് തിരിച്ചു വരും. ഒന്നും മേടിക്കില്ല. പിന്നെ ഞങ്ങൾ അവിടെ ഉള്ള എല്ലാ ക്രീമിൻ്റെയും വിലയടക്കം കാണാതെ പഠിച്ച്. അത് കഴിഞ്ഞതാണ്ട് അവിടെ ഇരുന്ന് 2-3 വീഡിയോയൊക്കെ എടുത്ത് ഞങ്ങൾ തിരിച്ച് പോകണം ഗൈസ്. അങ്ങനെ ഞങ്ങൾ മോളെയും തിരിച്ചിറങ്ങി ഹോസ്റ്റലിലെത്തി. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഫുഡ് വന്നു. അഭിരാമി ഇന്ന് വീട്ടിൽ നിന്ന് വരുന്നതുകൊണ്ട് ചിക്കൻ കറിയും ചമ്മന്തിയും വെണ്ടയ്ക്ക ഉപ്പേരിയൊക്കെ കൊണ്ടുവന്നായിരുന്നു. അതെല്ലാം കൂടെ കൂട്ടി ഞങ്ങൾ നല്ല സുഖമായി ചോറുണ്ടു. ഇനി നമുക്ക് നമ്മുടെ പരിപാടിയിലോട്ട് കിടക്കാം. എഴുതു തന്നെ. അങ്ങനെ ഈ ഒരു അസൈൻമെൻറ്റ് തീർത്ത് ഞാൻ അടുത്ത അസൈൻമെൻറ്റിലോട്ട് കിടന്നു. അങ്ങനെ ഞാൻ ആ അസൈൻമെൻറ്റ് എഴുതി പകുതി ആയപ്പോഴേക്കും എന്നോട് പറ്റുന്നില്ല ഗൈസ്, എനിക്ക് ഉറക്കം വരുന്നു. നമുക്ക് പുറത്തൊക്കെ എല്ലാവരും കിടന്നു. പിന്നെ ഞാൻ വിചാരിച്ചെന്നാൽ മുടി കെട്ടി ചെന്നേർന്ന് ഉറങ്ങിയേക്കാം. അങ്ങനെ വെറുതെ എന്തൊക്കെയോ ആലോചിച്ച് മുടി കെട്ടി പോകണം. നാളെ ഇനി ഇതൊന്നും എഴുതിയിട്ട് പോയില്ലെങ്കിൽ എനിക്ക് വഴക്ക് കേൾക്കുമായിരിക്കുമോ അറിയില്ല. കുറച്ച് എഴുതിയിട്ടുണ്ട്, ബാക്കി രാവിലെ വല്ലതും എഴുതാം. അങ്ങനെ ഞാൻ ഒരു സിനിമ കണ്ട് കിടക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ സിനിമ കാണാനുള്ള ശക്തി പോലും എനിക്കില്ല. ഞാൻ പെട്ടെന്ന് തന്നെ ഉറങ്ങിപ്പോയി ഗൈസ്. അപ്പോൾ ഈ സൺഡേ ഇത്രേ ഉള്ളൂ. ബൈ.